ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത്. ഇന്ന് കുറേ ഫോട്ടോ കിട്ടിയിരിക്കണം മലക്കപ്പാറ കുറേ ആൾക്കാർക്ക് അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുമല്ലോ, ഇഷ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഇട്ടതാണ്. അപ്പോൾ ഇതാണ് അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ വാൽപ്പാറയും മലക്കപ്പാറൊക്കെ കാണാൻ പൂതിയുള്ളവർ പൊള്ളാച്ചി വഴി അല്ലാണ്ട് നമ്മൾ ചാലക്കുടി വഴി പോകുമ്പോൾ ഈ അതിരപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അതിരപ്പള്ളി വാഴച്ചാലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ മലക്കപ്പാറയിലാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഈ ഏരിയക്ക് അത്ര ഇഷ്ടം, ഇതിനെക്കുറിച്ച് അറിയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് വാഴച്ചാലൊക്കെ കഴിഞ്ഞിട്ട് അമ്പലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ അമ്പലപ്പാറയാണ് ഈ പച്ചപ്പുള്ള സ്ഥലം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഈ ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോഴുണ്ട് ഈ ഒരു ഏരിയയിൽ. ബാക്കി മൊത്തം വലിയ വലിയ മരങ്ങളും എന്താ പറയുക വലിയ ഫോറസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ ഇതേപോലെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ അമ്പലപ്പാറ കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് മലക്കപ്പാറയാണ്. ഈ ഒരു ഏരിയക്ക് പറയുന്നത് പെരുമ്പാറ എന്നാണ് കേട്ടോ. ഒക്കെ പാറയാണ്. അപ്പം ഞങ്ങൾ ഇരുന്നിരുന്നത് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പുഴ ഉണ്ട്, ഞങ്ങൾ പെരുമ്പാറപ്പുഴ എന്നാണ് പറയുന്നത്. അവിടേക്കാണ് ഞങ്ങൾ അലക്കാനും കുളിക്കാനൊക്കെ വരിക കേട്ടോ. അപ്പോൾ അവിടെ നല്ല ചാമ്പക്ക, പിന്നെന്താ പറയുക ഓറഞ്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നമുക്ക് കുറേ കൂട്ടുകാരത്തികളുണ്ടാവും. അപ്പോൾ അലക്കലും കുളിക്കലും ഇതൊക്കെ പറിച്ച് തിന്ന് അടുക്കളയിൽ നിന്ന് പണി. മൃഗങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ശല്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ അത് ആൾക്കാർ പറയുന്നത് പുറത്തിറങ്ങാൻ പറ്റണില്ല, മലക്കപ്പാറ പുലി ആനൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിക്കണം. അന്നും ആന ഉണ്ടാവും കേട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടി വരും, ഒരുമിച്ച് ഇതുപോലെ വരും കുറേ എണ്ണം. അപ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് കാണാമെന്നല്ലാണ്ട് നമുക്ക് ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ മീൻ മലക്കപ്പാറ മാത്രം കിട്ടുന്ന ഒരു മീനാണ്, നല്ല രുചിയാണ്. മീൻ മാത്രമേ അവിടെ കിട്ടുള്ളൂ, വേറൊരു സംഭവം കിട്ടൂല കേട്ടോ. ഒക്കെ ദൂരത്തേക്ക് പോകണം പിന്നെ വാങ്ങണമെങ്കിൽ. പിന്നെ അന്ന് ഈ കട മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് ഉപ്പച്ചി ഞങ്ങൾക്ക് എല്ലാം വാങ്ങി തരല് കേട്ടോ. മേമാക്കാൻ്റെ കട എന്നാണ് പറയല്. ഇപ്പോൾ ഇതിന് മുമ്പ് വേറൊരു കട ഉണ്ട്. അന്ന് ഈ ഒരു കട മാത്രമേ നമുക്ക് അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഹോട്ടലാണ് ആദ്യം കാണുന്നത്. പിന്നെ ഇത് ഡാം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടേക്കാണ് ഞങ്ങൾ പനിയൊക്കെ കൂടുതൽ വന്നാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ക്ലിനിക്ക് ഉണ്ട്, അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ടാറ്റ കമ്പനീൻ്റെ ചെറിയ ക്ലിനിക്കൊക്കെ പോകും. പിന്നെ ഈ ഒരു തേയിലത്തോട്ടം വാൽപ്പാറൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്ന ഏരിയയിൽ വന്നിട്ട് തേയിലത്തോട്ടമില്ല, ഫോറസ്റ്റ് ആണുള്ളത്. ചുറ്റും ഫോറസ്റ്റ് നടുവിൽ ഞങ്ങളെ വീടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ഉണ്ട്, എനിക്ക് 1-2 ഫ്രണ്ട്സുകളും ഉണ്ടാവും, ഓല കൂടെ നടക്കുന്ന പണി. പിന്നെ ഈ പുലിയൊക്കെ അന്നും ഉണ്ട്, പക്ഷേ നമ്മൾ രാത്രിയൊക്കെ വന്നിട്ട് തൊഴുത്തിൽ വന്നിട്ട് പശുവിനൊക്കെ കടിച്ചിട്ട് പോയിട്ടുള്ള ഓലൊക്കെ പശുവിനൊക്കെ കടിച്ചിട്ട് പോകും. അപ്പോൾ രാവിലെ നീക്കുമ്പോഴാണ് നമ്മൾ അറിയില്ല കേട്ടോ പുലി വന്നിരുന്നു. പക്ഷേ ഞാനവിടെ ഇരിക്കണ കാലം വരെ കെട്ടിക്കണ വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല. പിന്നെ ആനകൾ ഇതുപോലെ ഒരുമിച്ച് വരും. അപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ വെള്ളം കുടിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് കണ്ടിക്കണേ. അതേപോലെ കരടി വരും. അവിടെ നല്ലൊരു മാവ് ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങ തിന്നാൻ വേണ്ടി രാത്രി വരും. അപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ ഒന്ന് കരടി മാങ്ങൊക്കെ തിന്ന് പോകുന്നല്ലാണ്ട് പകൽ നമുക്ക് മൃഗങ്ങളെ ശല്യമൊന്നുമില്ല. ചിലപ്പോൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ട സാഹചര്യമൊക്കെ വന്നിരിക്കണം കേട്ടോ. കാട്ടുകൂടിയൊക്കെ അല്ലേ പോവല്. എന്നാലും നമുക്ക് ഒന്നൊരു ശല്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് മലക്കപ്പാറ അത്രക്കൊരു ഇഷ്ടം. ഒന്നിനും നമുക്കൊരു പിന്നെ ഇത്ര വലിയ മീനൊക്കെ കിട്ടും കേട്ടോ. വലിയ വലിയ മീനുകൾ കിട്ടും. ഇതാണ് മലക്കപ്പാറ ശേഷം.